DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 18 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കൂടാതെ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, വിപണിയിലെ കള്ളനോട്ടുകൾ തടയുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതൽ ഈട് നിൽക്കുന്ന പുതിയ പോളിമർ നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉടൻ പുറത്തിറക്കുകയാണ്. തുടക്കത്തിൽ 10-20 രൂപയുടെ ചെറിയ നോട്ടുകളാകും പോളിമർ രൂപത്തിൽ വിപണിയിലെത്തുക. ഈ പരീക്ഷണത്തിന്റെ വിജയം വിലയിരുത്തിയ ശേഷം 2027 മുതൽ പുതിയ നോട്ടുകൾ പൂർണ്ണതോതിൽ വിതരണം ചെയ്യാനാണ് RBI ലക്ഷ്യമിടുന്നത്. പുതിയ പോളിമർ നോട്ടുകൾ വരുന്നതോടെ നിലവിലെ കടലാസ് നോട്ടുകൾ അസാധുവാകില്ലെന്നും രണ്ടും ഒരേ സമയം വിനിമയത്തിനായി ഉപയോഗിക്കാമെന്നും RBI വ്യക്തമാക്കുന്നുണ്ട്. വെള്ളത്തെയും അഴുക്കിനെയും പ്രതിരോധിക്കുന്ന ഈ നോട്ടുകൾക്ക് ആയുസ് കൂടുതലായിരിക്കും. പ്രത്യേക പോളിമർ ഷീറ്റുകൾ വിതരണം ചെയ്യാനുള്ള ആഗോള ടെൻഡർ നടപടികൾ RBI വേഗത്തിലാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഗ്യാസ് ഏജൻസികളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള നിർബന്ധിത LPG സുരക്ഷാ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും ഈ പരിശോധന നിയമപരമായി നിർബന്ധമാണ്. പരിശോധനയ്ക്കായി എത്തുന്ന ഉദ്യോഗസ്ഥരെ ഗ്യാസ് കണക്ഷൻ പാസ്ബുക്കും റേഷൻ കാർഡും കാണിക്കേണ്ടതുണ്ട്. HP, ഇന്ത്യൻ, ഭാരത് ഗ്യാസ് ഉപയോക്താക്കൾക്കെല്ലാം 236 രൂപയാണ് പരിശോധന ഫീസായി നൽകേണ്ടത്. ഇതിൽ 200 രൂപ ഇൻസ്പെക്ഷൻ ചാർജും 18% GSTയും ഉൾപ്പെടെയാണ് 236 രൂപ വരുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെയും എണ്ണ കമ്പനികളുടെയും നിയമപ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും ഉപഭോക്താക്കൾ ഈ സുരക്ഷാ പരിശോധന നിർബന്ധമായും നടത്തിയിരിക്കണം. ഇതോടൊപ്പം നിങ്ങളുടെ വീട്ടിലെ ഓറഞ്ച് സുരക്ഷാ ട്യൂബിൻ്റെ പരമാവധി കാലാവധിയും 5 വർഷമാണ്. അതിനാൽ 5ാം വർഷത്തെ പരിശോധനയിൽ ഈ ട്യൂബിന് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടി വരും. നിങ്ങളുടെ വീട്ടിലെ റെഗുലേറ്ററോ ട്യൂബോ മുൻപ് തന്നെ മാറ്റിയിട്ടുള്ളതാണെങ്കിൽ പരിശോധനാ തുകയിൽ നേരിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പരിശോധനയ്ക്കായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും നൽകുന്ന തുകയ്ക്കുള്ള കൃത്യമായ രസീത് കൈപ്പറ്റുകയും ചെയ്യുക. അടുത്ത അറിയിപ്പ്, ജൂലൈ മാസത്തെ പെൻഷൻ തുക 2000 രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുക. ഓണക്കാലത്ത് ഒന്നിലധികം ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കൂടാതെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ തീയതിയും നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ജൂലൈ 21 സർക്കാർ കടമെടുപ്പ് നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക. അതായത് 23, 24 തീയതികളിലായിരിക്കും ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക. പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായുള്ള വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് ഇതിനുള്ള സമയപരിധി. ഗുണഭോക്താക്കൾ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത് പൂർത്തിയാക്കണം. 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യണം. എന്നാൽ 2026 ജനുവരി 1 അതിനുശേഷമോ പെൻഷൻ അനുവദിക്കപ്പെട്ട പുതുതായി അപേക്ഷിക്കപ്പെട്ടവർക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.